നമസ്കാരം. ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ് രാജ്യം. ഓരോ വോട്ടും വിലപ്പെട്ടതാണ്. രാജ്യത്തെ ഓരോ പൗരന്റെയും അവകാശമാണ് വോട്ട് രേഖപ്പെടുത്തുക എന്നത്. 7 ഘട്ടങ്ങളായാണ് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഏപ്രിൽ 19 നടക്കുന്ന ആദ്യഘട്ടത്തിൽ 102 മണ്ഡലങ്ങളിലും, ഏപ്രിൽ 26 നടക്കുന്ന രണ്ടാം ഘട്ടത്തിൽ 89 മണ്ഡലങ്ങളിലും, മെയ് 7 നടക്കുന്ന മൂന്നാം ഘട്ടത്തിൽ 94 മണ്ഡലങ്ങളിലും, മെയ് 13 നടക്കുന്ന നാലാം ഘട്ടത്തിൽ 96 മണ്ഡലങ്ങളിലും, മെയ് 20 നടക്കുന്ന അഞ്ചാം ഘട്ടത്തിൽ 41 മണ്ഡലങ്ങളിലും, മെയ് 25 നടക്കുന്ന ആറാം ഘട്ടത്തിൽ 57 മണ്ഡലങ്ങളിലും, ജൂൺ 1 നടക്കുന്ന ഏഴാം ഘട്ടത്തിൽ 57 മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് നടക്കും. ജൂൺ 4 ഫലപ്രഖ്യാപനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 13 തിരിച്ചറിയൽ രേഖകളാണ് വോട്ട് ചെയ്യാനെത്തുന്ന സമ്മതിദായകർക്ക് ഉപയോഗിക്കാൻ കഴിയുക. അടുത്തിടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് അറിയിച്ചിരുന്നു. ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട രേഖയാണ് ഫോട്ടോ പതിപ്പിച്ച വോട്ടർ ID കാർഡ് അഥവാ തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡ്. അധികം ആളുകളും വോട്ട് രേഖപ്പെടുത്താൻ എത്തുമ്പോൾ ഉപയോഗിക്കുന്നത് തിരിച്ചറിയൽ കാർഡ് തന്നെയാണ്. എന്നാൽ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ തിരിച്ചറിയൽ രേഖ എടുക്കാൻ മറന്നാൽ എന്ത് ചെയ്യും? എന്നാൽ ഇക്കാര്യത്തിൽ ഇനി ടെൻഷൻ ആകേണ്ടതില്ല. പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ വോട്ടർ ID മറന്നാലും വോട്ട് ചെയ്യാനാകും. വോട്ടർ ID കാർഡ് ഓൺലൈൻ മുഖേന ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഉടനടി വോട്ടർ ID ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള അവസരമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജമാക്കിയിരിക്കുന്നത്. എപിക് സർവീസ് എന്നാണ് ഈ സംവിധാനത്തിന്റെ പേര്. PDF ഫോർമാറ്റിൽ ലഭിക്കുന്ന വോട്ടർ ID കാർഡിന്റെ കോപ്പി ഡൗൺലോഡ് ചെയ്ത് ഫോണിൽ സേവ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. കൂടാതെ ഡിജി ലോക്കറിൽ അപ്ലോഡ് ചെയ്യാനും സാധിക്കും. ഇതേ കോപ്പി പ്രിന്റ് ചെയ്ത് കയ്യിൽ സൂക്ഷിച്ചാലും വോട്ട് ചെയ്യാൻ കഴിയും. ഇപ്പോൾ താഴെ കാണിക്കുന്ന ഈ വെബ്സൈറ്റ് മുഖേനയാണ് വോട്ടർ ID കാർഡിന്റെ PDF രൂപം ഡൗൺലോഡ് ചെയ്യാനാകുക. വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത ശേഷം വോട്ടർ ID കാർഡ് നമ്പറോ അല്ലെങ്കിൽ ഫോം നമ്പറോ നൽകുക. തുടർന്ന് ഫോണിലേക്ക് വരുന്ന OTP നൽകി ഫോം ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കുന്നതായിരിക്കും. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.